അസ്സലാമു അലൈക്കും. നമ്മളിനി പറയാൻ പോകുന്നത് എന്താ പറയുക, എക്സസൈസാണ്. അതായത് ഒന്നാമത്തെ നമ്പർ കണ്ടോ, ഓർ കീജിയെ അതായത് ചിന്തിച്ചാലും. അതായത് ഇതിപ്പോൾ ഇനി പറയാൻ പോകുന്നത് എന്താ പറഞ്ഞാൽ, നമ്മളെ കവിതയിൽ കുറച്ച് വേർഡുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് തോണിയാകുന്ന ലോകം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശം, പിന്നെന്താ പറയുക ആംഗ് ഓജൽ എന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ടൊക്കെ എന്താണ് ഉദ്ദേശം, പിന്നെ ജൽ ഓർ തൽ, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊന്നുകൂടെ നമുക്ക് മനസ്സിലാക്കി തരാമെന്ന്. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ജബ് കോയി ആരെങ്കിലും ഹംസെ നമ്മളിൽ നിന്നും ദൂർ ഹോ ജാത്താ ഹെ, അതായത് ദൂരത്താകുമ്പോൾ, ഓർ നസർ നഹി ആത്താത്തോ അതായത് കാണാതെയാകുമ്പോൾ, അതായത് കാഴ്ച ഇല്ലാതെ വരുമ്പോൾ, ഉസ്സെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഉസ്സെ അതിനെ നമ്മൾ എന്തു പറയുന്നു, ആങ്കോസെ ഓജൽ ഹോന കണ്ണുകളിൽ നിന്നും മറയൽ എന്ന് കഹ്തേഹേ പറയുന്നു. ശരിയല്ല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ കണ്ണിൽ നിന്നും മറഞ്ഞവനെ അതായത് നമുക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മൾ. അപ്പോൾ അത് ഒന്ന് നമുക്ക് മനസ്സിലാക്കി തന്നെ. ഇനി രണ്ടാമത്തെ നോക്കി, നാ ഒ ജഗത് കി കീനെ വാലെ, കണ്ടോ, തോണിയാകുന്ന ലോകത്തിനെ കീനെ വാലെ വലിക്കുന്നവൻ എന്നതിൽ നിന്നുള്ള മത്ലബ് ഉദ്ദേശം യേഹേ ഇതാകുന്നു. എന്താണ് നമ്മളെന്തായിരുന്നു പറഞ്ഞത്, ഖുദ അള്ളാഹു ഉസ് ദുനിയാക്കോ അല്ലെങ്കിൽ ഇസ് ദുനിയാക്ക ഈ ദുനിയാവിൻ്റെ നിസാം ഘടനകൾ അതിനൊക്കെ ചലാരഹാഹെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ലേ അതിനെ വലിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്, അതാണ് അതിൻ്റെ അർത്ഥം. ഇനി നോക്കിയാൽ ജൽ ഓർ തൽമേ, അതായത് കരയിലും വെള്ളത്തിലും കരയിലും ഹുദാക്കി ജൂത്ത് ഹോനെ, നമ്മൾ പറഞ്ഞു അതിലൊക്കെ അള്ളാഹിൻ്റെ ജൂത്ത് പ്രകാശം എന്നാണ്. അപ്പോൾ അതാ ജൂത്ത് ഹോനേക്ക മത്ലബ്, അതായത് ജൂത്ത് ഹോനേക്ക പ്രകാശമാണെന്നതിൻ്റെ ഉദ്ദേശമാകുന്നത് എന്തെന്നാൽ സാരി ദുനിയാമേ ഈ ദുനിയാവ് മൊത്തത്തിൽ, ഈ ദുനിയാവ് മുഴുവനിലും അള്ളാഹുവിൻ്റെ തന്നെ റോഷിനി പ്രകാശമാകുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിലൊക്കെ അള്ളാഹിൻ്റെ പ്രകാശമാണ്. ഇനി പിന്നെ ബേഡ ബാർ ലഗിനാക്ക മത്ലബ് ഹേ, അതിൻ്റെ അർത്ഥം എന്താണ്, കാമിയാബ് ഹോജാന കാര്യങ്ങൾ കടത്തുക, കാര്യങ്ങൾ നിയന്ത്രിക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിജയിക്കുക എന്നതൊക്കെയാണ് അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. അപ്പോൾ ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഇനി അടുത്തത് സോച്ചിയെ ചിന്തിച്ചാലും, ബത്തായിയെ പറഞ്ഞാലും, ഓർ ലിഖിയെ എഴുതിയാലും. അപ്പോൾ ചിന്തിക്കുകയും ചെയ്യണം, അതോടുകൂടി നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യണം, പിന്നെ എഴുതുകയും വേണം. അതായത് ഇത് ചോദ്യോത്തരാട്ടോ മക്കളെ. ഒന്നാമത്തെ ചോദ്യത്തോണം ഇതിൻ്റെ ഉത്തരം ഞാൻ എഴുതി തന്നിട്ടുണ്ട്, അത് ഞാൻ അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചോദ്യങ്ങൾ മനസ്സിലാക്കാം. പഹ്ലെ ഷീർമേ ആദ്യത്തെ കവിതയിൽ, അതായത് ആദ്യത്തെ വരിയിൽ രണ്ട് പാരഗ്രാഫ് ഉണ്ടല്ലോ, 2 വരി ഉണ്ടല്ലോ, അതിൽ രാജാ ഓർ പ്രജാക്ക മാലിക്, രാജാവിൻ്റെയും ഓർ പ്രജകളുടെയും മാലിക് രാജാവ് കിസ്സേ കഹാഗയാ ഹെ ആരെയാണ് പറയപ്പെട്ടിട്ടുള്ളത്, നമുക്കറിയാലോ എന്തിനെയാണ് പറയപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം ഞാൻ എഴുതി തന്നിട്ടുണ്ട്, അതിലുണ്ടാവും കേട്ടോ. അത് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മതി ആരെയാണ് പറയപ്പെട്ടത്. ഇനി പൂൽ ഓർ പൽമേ പൂവിലും പുഷ്പത്തിലും ഹുദാക്കി അള്ളാഹുവിൻ്റെ കോൺസി ഏത് ഹൂബി വിശേഷണമാണ്, ഹൂബിക്ക ഏത് വിശേഷണത്തെയാണ് ദിക്ർ പറയപ്പെട്ടിട്ടുള്ളത്, ഏത് വിശേഷണമാണെന്ന് നിങ്ങൾക്കറിയാം. നീ തൂ ഹേ അന്തേരേ ഗർഖ ഉജാല, നീ തന്നെയാണ് ഇരുട്ടുള്ള വീടിൻ്റെ പ്രകാശവും. ഇവിടെയുള്ള തൂ കണ്ടോ, ഇവിടെയുള്ള തൂ കൊണ്ട് ഇവിടെയുള്ള തൂവിൽ നിന്ന് തൂ കൊണ്ട് ക്യാ മുറാദ് എന്താ ഉദ്ദേശം നിങ്ങൾക്കറിയാലോ. തൂ ആരാന്നില്ലത് നിങ്ങൾക്കറിയാം. അപ്പോൾ അത് ഉത്തരം ഞാൻ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താക്കാം, അത് മനോഹരമായി നോട്ടിലേക്ക് എഴുതിയെടുക്കാം. അടുത്ത 4മത്തെ, ഇത് സിമ്പിളാട്ടോ, നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, ടൈം എടുത്ത് ചെയ്യുക, പ്രശ്നമില്ല. നിങ്ങൾ നല്ലപോലെ എഴുതിയാൽ മതി, മനോഹരമായിട്ട് നിങ്ങളെ നോട്ട് പുസ്തകത്തിൽ എഴുതാം. ഇനി ഹർ മസ്രയക്കോ കണ്ടോ, ഹർ മസ്രയക്കോ സഹി ലഫ്സെ പൂരാ കീജിയെ, ഹർ മസ്രയക്കോ എല്ലാ വരികളെയും സഹി ലഫ്സ് ശരിയായ ലഫ്ല് കൊണ്ട് പൂരാ കീജിയെ പൂർത്തിയാക്കിയാൽ. അതായത് ഇവിടെ കണ്ടോ അലിഫ് ബ ജി ദ കണ്ടോ, അതൊക്കെ കണ്ടോ, അതാ സബ് ഡാഷ് അനോക്കെ സബ്സെ നിറാലെ, ഇതിൻ്റെ ഏതോ ഈ ഹർഫുണ്ട്, ഈ സബിൻ്റെ ശേഷം ചേർക്കാനുള്ള ഒരു അക്ഷരം, ശേഷത പാരഗ്രാഫ് ഇതാ കണ്ടോ, ശേഷത്തെ പാരഗ്രാഫിൽ കണ്ടില്ല, ഇതാ മേസെ, ഇതാണ് സംഭവം. ഇതിൽ നിന്ന് ഏതോ ഒന്നാണ് ഇതിൻ്റെ ഉത്തരം, ഈ പാരഗ്രാഫിലേക്ക് ചേർക്കേണ്ടി. അപ്പോൾ സബിൻ്റെ ശേഷം മേ ആണോ സേ ആണോ എന്നുള്ളത് നമ്മളെ പാഠത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാഠം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന അർത്ഥം. അതേപോലെ തന്നെ ബാൻഡൊക്കെ ജൂത്ത് ഹെ ഡാഷ്
ഇതിൻ്റെ ഉത്തരം ഈ പറഞ്ഞ പാരഗ്രാഫിൽ എവിടെയോ ഉണ്ട്, അല്ല ഈ ബ്രാക്കറ്റിൽ എവിടെയോ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ ബാസ് ഹെ തേരി പൂലോർ ബൽമ തൂഹെ ഡാഷ് അതിൻ്റെ ഉത്തരം ഇവിടെ ഉണ്ട്. സോച്ച് ഹെ ദിൽമ വസീറമേ അതിൻ്റെ ഒക്കെ ഉത്തരത ഇതിലുണ്ടാവും കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത് കേട്ടോ, സിമ്പിൾ പരിപാടി. അതിപ്പോൾ എന്താണ് ഉസ്താദ് ഇതാ. ഇനി അടുത്ത അഞ്ചാമത്തേത് പഠിയെ വായിച്ചാലും സമജിയെ മനസ്സിലാക്കിയാലും ഓർ ലിഖിയെ എഴുതിയാലും. ഇവിടെ അലിഫിൻ്റെ താഴെ നോക്കൂ, കണ്ടില്ലേ? അലിഫിൻ്റെ താഴെ നോക്കൂ, സുഖ് ദിൻ അച്ച കണ്ടോ, സുഖ് സുഖം, ദിൻ പകല്, അച്ച എന്ന് പറഞ്ഞാൽ നല്ലത്. ഇനി ബ നോക്ക്, അതിൻ്റെ ഭാഗത്തുണ്ടോ സുഖിൻ്റെ നേരെ കണ്ടോ, ബ എന്ന് പറഞ്ഞ ഇതിൽ കണ്ടില്ലേ? ഇതാ സുഖ്, അതിൻ്റെ നേരമൊക്കെ ദുഃഖ്, ദിൻ്റെ നേരമൊക്കെ രാത്ത്, അച്ചാൻ്റെ നേരമൊക്കെ ബുര. സുഖിൻ്റെ അർത്ഥം സുഖം, ദുഃഖ എന്ന് പറഞ്ഞാൽ ദുഃഖം, ദിൻ എന്ന് പറഞ്ഞാൽ പകല്, രാത്ത് എന്ന് പറഞ്ഞാൽ രാത്രി, അച്ച എന്ന് പറഞ്ഞാൽ നല്ലത്, ബുര എന്ന് പറഞ്ഞാൽ ചീത്തത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് എന്തായിരിക്കും പറഞ്ഞത്. ഇത് ഓപ്പോസിറ്റാണ് മക്കളെ പറയുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് ഓപ്പോസിറ്റ് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ അടിയിൽ ഇങ്ങനെ പറഞ്ഞുതരാം. അലിഫ് കെ തഹ്ത്ത് ലിഖേ ഗയേ, അതായത് അലിഫിൻ്റെ താഴെ ലിഖേ ഗയേ അൽഫാസ്, എഴുതപ്പെട്ടിട്ടുള്ള ലഫ്ലുകൾ കണ്ടോ, അലിഫിൻ്റെ താഴെ എഴുതിപ്പെട്ടിട്ടുള്ള ലഫ്ലുകൾ. പിന്നെന്താ പറയുന്നത്, ബാമെ, അതായത് ബായിൽ ലിഖേ ഹുയെ അൽഫാസ് കി, ബായിൽ എഴുതപ്പെട്ടിട്ടുള്ള അൽഫാസ് കി ലഫ്ലുകളുടെ ജിദ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആകുന്നു. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ പറഞ്ഞൊന്ന് ഉറുദുവിൽ പറയാമെന്നുള്ളൂ. ജയ്സെ ഏതുപോലെ കാല എന്ന് പറഞ്ഞാൽ കറുപ്പ്, കാലാക്കി ജിദ് കാലയുടെ ഓപ്പോസിറ്റ് സഫീദ് വെള്ള എന്നതുപോലെ, സുബ്ഹ് കി ജിദ് സുബ്ഹിൻ്റെ ഓപ്പോസിറ്റ് ഷാം എന്നതുപോലെ. അപ്പോൾ അതേപോലെ ഇങ്ങനെ ഓരോ ജിദ്ദുകളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി പറയാണ് ഇസി തറ, ഇപ്രകാരമുള്ള ഇൻ ലഫ്സോക്കെ, ഈ ലഫ്ലുകളുടെ മുത്തസാദിലിക്കിയെ ഓപ്പോസിറ്റുകൾ നിങ്ങൾ എഴുതിയാലും, ഓപ്പോസിറ്റ് എഴുതിയാൽ ഏതിൻ്റേതാണ്? ഇവിടെ ഉണ്ടോ ബ്രാക്കറ്റ് ഉണ്ട്, നിങ്ങൾ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ടില്ലേ, ഇവിടെ അതാ തീർണ, ദൂറ്, തൽ, ജാഗ്ന, പ്രജ, ഉജാല, ഇങ്ങനെ കുറേ പേര് എഴുതി. ഇനി ഇതിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ഇതാ ഈ മുകളിൽ കാണുന്നത് ഇതാ, ഇതിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ഇതാ ഈ മുകളിൽ കാണുന്ന ഇതിലുണ്ട്, ഈ പറഞ്ഞതിലുണ്ട്, ഇതിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ്. അപ്പോൾ തേർണൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു തന്നതാണ്. എല്ലാത്തിൻ്റെ അർത്ഥം നമ്മളെ പാഠത്തിലില്ലതാ. തേർണ പറഞ്ഞതാണ്, ദൂറ് പറഞ്ഞാൽ, തൽ പറഞ്ഞാൽ, ജാഗ്ന പറഞ്ഞാൽ, പ്രജ പറഞ്ഞ ഉജാല, ഇതിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ഇതാ ഈ മുകളിൽ കാണുന്ന ഈ വരിയിലുണ്ട്. അപ്പോൾ അത് നിങ്ങളെന്താക്കുക, പൂരിപ്പിച്ച് ചെയ്താൽ. ഓക്കെ, മറക്കരുത്, അത് സിമ്പിളാണ്. ഇതാ ആറാമത്തെ, ഈ ലഫ്സോൻസെ ജുംലെ ബനായിയ, ഈ ലഫ്ലുകളിൽ നിന്ന് ജുംല ഉണ്ടാക്കിയാലും. അർത്ഥങ്ങൾ നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇനി ഇഷാറെ കെ മുതാബിക് ബാക്കി മസ്റോം കോ സഹീ തർത്തീബ് സെ മിലായിയെ, അതായത് എന്താണ് മിലായിയെ, ഇഷാറെ കെ മുതാബിക് സൂചിപ്പിക്കുന്നതിനനുസരിച്ച് ബാക്കി മസ്റോക്കോ ബാക്കിയുള്ള വരികളെ സഹീ തർത്തീബ് സെ മിലായിയെ ശരിയായ ഘടനയിൽ നിന്ന് എന്താ പറയുക ബന്ധിപ്പിച്ചാൽ, അതായത് എന്താ ചേരുംപടി ചേർക്കാൻ. നിങ്ങൾ അതാ അലിഫ് കണ്ടോ, ഇതിൽ അലിഫിൽ കണ്ടോ നാവോ ജഗത് കി കീനെ വാലെ, ഇതിൻ്റെ ഉത്തരം ബ ഇതിലുണ്ട്. അതിന് ഉദാഹരണം കാണിച്ചു തന്നത് ദുഃഖുമെ സഹാറ. ഇതേപോലെ ഹർ ദിൽമേഹെ തേര ബസീറ എന്നുണ്ടാവും. അതിലെന്താക്കങ്ങൾ അതിൻ്റെ ശേഷം വരുന്നത് ഇതിൽ എവിടെയോ ഉണ്ടാവും. നമ്മളെ പാഠം വായിച്ച് മനസ്സിലാക്കിയവർക്ക് അറിയാം. അങ്ങനെ ചേരുംപടി ചേർക്കട്ടോ, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഇതാ ഇതിലും വിറ്റാണ്. എട്ടാമത്തെ, മുന്ദരിജ ദേൽമേ സെ ഹർ ഏക്ക് കെ തീൻ ജവാബ് ദിയ. മുന്ദരിജ ദേൽമേ മുന്ദരിജ ദേൽമേ സെ താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്ന് ഹർ ഏക്ക് കെ ഓരോന്നിനും തീൻ ജവാബ് ദിയേ ഗയേ ഹേ. കണ്ടോ എത്ര ജവാബ് കൊടുത്തിട്ടുണ്ട്? 3 ജവാബ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ 3 ജവാബ് കൊടുത്തിട്ടുണ്ട് താഴെ കൊടുത്തിട്ടുള്ളത്. അതായത് ഇതൊരു ചോദ്യമാണ്. ഹർ ദിൽമേ തേര ബസിറ എന്നുള്ള ഈ ഒരു വേർഡിൽ നിന്ന് അല്ലെങ്കിൽ വാക്കുകളിൽ നിന്ന് ഇതൊരു ചോദ്യം. ഈ ചോദ്യത്തിന് ജവാബ് 3 കൊടുത്തിട്ടുണ്ട്. 3 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളെന്താക്കുക, 3 കൊടുത്തിട്ടുണ്ടല്ലോ. എന്നിട്ട് സഹി ജവാബ് എന്നിട്ട് ശരി, ഈ 3 നിന്ന് ശരിയായ ജവാബിൻ്റെ മേലെന്താക്കുക ടിക്ക്, അതായത് നിശ എന്ന് പറയും. നിശാങ്ക, അതായത് സഹീക നിശ എന്ന് പറഞ്ഞാൽ ശരിയുത്തരത്തിൻ്റെ അടയാളത്തെ ലഗായിയെ ചേർത്തിയാലും. അതായത് ഉദാഹരണം പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ട് എന്താ പൊതുവെന്ന് ചോദിക്കേണ്ട. ഹർ ദിൽമേഹെ തേര ബസീറ എന്നുള്ള ഇസ് മസ്രമെ ഈ വരികളിൽ ദിൽ
ഈ ദിൽ എന്ന് പറഞ്ഞത് ഹർ ദിൽ എന്നുണ്ടല്ലോ, ദിൽ ദിൽ എന്ന് കിസ്ക ബസീറ ഹേ, ആരുടെ രാപ്പാർക്കലാണ് ഉണ്ടാവുക കണ്ടോ. ഈ ദിൽ എല്ലാ ദിൽമേലും നമ്മൾ പറഞ്ഞ ഈ മസ്രയിൽ നിന്നുള്ള ദില്ലിൽ, അതായത് ഹൃദയത്തിൽ ആരുടെ ബസീറയാണ് ഉണ്ടാവാന്ന്. അപ്പോൾ ഇവിടെ അത് 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പൽ ഇൻസാൻ ഹുദ. ഈ 3 ഓപ്ഷനിൽ നിന്നും സഹി ഏതാണോ അതിൻ്റെ നേരെ ടിക്കിടാം. വെറുതെ ഒരു പറഞ്ഞാന്നുള്ളൂ, സംഭവം സിമ്പിളല്ലേ. ഇതിന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ശരിയാണ്, അതിൽ ടിക്കിടാം. ഇതിലിപ്പോൾ ഏതാണോ നിങ്ങൾക്കറിയാം. ആരെ ബസീറാണ് ഉണ്ടാവല്? ഹുദ. ഇനി രണ്ടാമത്തെ ഹുദ അള്ളാഹു കിസ്കാരക്കുവാലാഹെ, ആരുടെ ആശ്രയമാണ്? ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അക്കേലോക്ക അദ്ദരക്ക റോശനിക്ക, ഏതിൻ്റെ ആണ് അതിൽ നേരെ നിങ്ങൾ ടിക്കിടാം. ഈ അഞ്ചാമത്തോക്ക് ജഗത് കാ മത്ലബ് ഹേ, അതായത് ജഗത്തിൻ്റെ ഉദ്ദേശം എന്താ? രാജാണോ, ദുന്യാണോ, പ്രജ ആണോ, ഏതാ നിങ്ങൾക്ക് അറിയാം, അതിൻ്റെ നേരെ ടിക്കിടാം. അത്രക്കും സിമ്പിൾ വേറെ ഉണ്ടാവാം. ഇനി 9ാമത്തെ തസ്വീറോക്കെ നാം ലിഖിയെ, അതായത് ചിത്രത്തിൻ്റെ പേര് എഴുതിയാലും. അവിടെ കുറേ പഴങ്ങളുണ്ട്, പുഷ്പങ്ങളുണ്ട്, ഇലകളുണ്ട്, പിന്നെ എന്തുണ്ട്, തോണിയുണ്ട്, അതേത് അതിൻ്റെയൊക്കെ പേരൊക്കെ നമ്മളിതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മളെ പാഠത്തിൽ. അപ്പോൾ അതിൻ്റെ നിങ്ങൾ എഴുതാം. ഇനി ലാസ്റ്റത്തെ സിമ്പിളാണ്, ഹുഷ് ഖത്ത് ലിഖിയെ, അതായത് നല്ല പോലെ ഹാൻഡ് റൈറ്റ് ചെയ്താൽ. ഹുഷ് ഖത്ത് ലിഖിയെ എന്ന് പറഞ്ഞാൽ മനോഹരമായി എഴുതിയാലും. ഓജലുണ്ട്, ബസീറ, രക്വാല, ബിബ്ത, കലിയാൻ, ഇതൊക്കെ ഉണ്ടോ? ഒരു കാര്യം പറഞ്ഞുതരാം, 1 2 3 4 5 6 7. അപ്പോൾ അതായത് നിങ്ങളെന്താക്കുക, ഓജലിനെടുക്കാം, എന്നിട്ട് അതിനെങ്ങനെ എന്താക്കുക, 7 പ്രാവശ്യം ഇങ്ങനെ എഴുതാം താഴേക്കായിട്ട്. നിങ്ങളെ നോട്ട് പുസ്തകത്തിൽ അങ്ങനെ എഴുതിയാൽ മതി. എന്നിട്ട് പിന്നെ ബസീറ, അതിനെ മേലെ ബസീറ എഴുതിയിട്ട് അതിൻ്റെ താഴെയായിട്ട് അതിങ്ങനെ മനോഹരമായിട്ട് എഴുതാം. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഓജലിന് എഴുതി, ഓജൽ നിങ്ങൾ എഴുതി, അതിൻ്റെ താഴേക്ക് 6 7 എണ്ണം അല്ലേ, 7 എണ്ണം ഇങ്ങനെ എഴുതാം. ഇനി അടുത്ത ബസീർ എഴുതി, അതിൻ്റെ താഴേക്ക് 7 എണ്ണം ബസീർ എഴുതാം. അങ്ങനെ വരി വരിയായിട്ട്, അല്ലാതെ നേരെ എഴുതരുത്. പിന്നെ മറ്റേതിൻ്റെ ഇങ്ങനെ നേരെ ഇങ്ങനെ എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ടൈം എടുത്തത് ചെയ്യുക. ഒന്നുകൂടെ ഉണ്ട്, അതെന്താ പറഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് അടുത്തതിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ പാഠത്തെ ബുലന്ദ് ആവാസ് ഭയങ്കര ശബ്ദത്തോടെ വായിച്ചാലും ഒരു യാദ് കീജിയെ, കാണാതെ പഠിച്ചാലും. ഈ പാട്ട് കാണാതെ പഠിച്ചിട്ട് മനോഹരമായി പാടേണ്ടതാണ്. അതുകൊണ്ട് ഇപ്പോൾ കാണാതെ പഠിക്കണം. ഇപ്പം നിങ്ങൾ എന്താക്കുക, ഇതിൻ്റെ ഈ എക്സസൈസ് മനോഹരമായിട്ട് ചെയ്താൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്താക്കുക, ഈ പാട്ട് കാണാതെ പഠിക്കാം. ഓക്കെ, കുറച്ചായിട്ട് ഇങ്ങനെ കാണാതെ പഠിക്കാം. അപ്പോൾ നമ്മൾ ഉഷാറാവും. അപ്പോൾ എല്ലാവരും മനോഹരമായിട്ട് എഴുതണം, ഒന്നും മറക്കരുത്. സിമ്പിളാണ്, കുറേ ഉണ്ട്. അല്ലോ ദിവസം കുറേ ഉണ്ടല്ലോ, അങ്ങനെ കുറേതല്ല, കുറച്ചേ ഉള്ളൂ. പറയുമ്പോൾ കുറേ ആയി തോന്നാണ്. അപ്പോൾ ശരി, എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. അസ്സലാമു അലൈക്കും.